നമസ്കാരം. ഒരു പകലിന്റെ സമഗ്രമായ വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. മാസപ്പടി ആരോപണത്തിൽ മാത്യു കുഴൽനാടന് കോടതിയുടെ തിരിച്ചടി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്നും വിജിലൻസ് കോടതി. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള തിരക്കഥയെന്ന് CPM. നിയമ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. കന്യാകുമാരി ലേമൂർ ബീച്ചിൽ തിരയിൽപ്പെട്ട് 5 മരണം. മരിച്ചത് തിരുച്ചി SRM കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. തിരയിൽപ്പെട്ട 3 പേരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. അപകട കാരണം കള്ളക്കടൽ പ്രതിഭാസമെന്ന് സൂചന. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നു. താപനില മുന്നറിയിപ്പുകൾ ശക്തമായി നിൽക്കുന്നു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ട്. തൃക്കുന്നപ്പുഴ പല്ലന മേഖലകളിൽ തീരദേശ പാതകളിൽ മണൽ കയറി അടഞ്ഞു. നാളെ മുതൽ വേനൽ മഴയ്ക്കും സാധ്യത. മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. മേയറുടെ സഹോദരനും ഭാര്യയ്ക്കുമെതിരെ കേസെടുക്കണം. കോടതി നിർദ്ദേശം KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലെ 92 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത്. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. കർണാടകത്തിലെ 14 മഹാരാഷ്ട്രയിലെ 11 UPയിലെ 10 മണ്ഡലങ്ങളിലും ജനവിധി. വോട്ടെടുപ്പ് നടക്കുന്നതിൽ ഏറെയും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ. പുതിയ പാർട്ടി രൂപീകരിക്കാൻ കേരളത്തിലെ ജനതാദൾ. ചെറു പാർട്ടികളുടെ കൂട്ടായ്മയ്ക്ക് ശ്രമം. ചർച്ച നടത്തി JDSഉം NCPയും. കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ് പാർട്ടികളുടെ ലയനവും പരിഗണനയിൽ. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാൻ ATS. സംഘാംഗങ്ങളുടെ വീടുകളിൽ റെയ്ഡ്. 4 തോക്കും മറ്റായുധങ്ങളും പിടിച്ചെടുത്തു. മാഞ്ഞാലി സ്വദേശി റിയാസ് കസ്റ്റഡിയിൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പ്രതിഷേധവുമായി CATU അടക്കമുള്ള സംഘടനകൾ. പലയിടത്തും ഇന്നും ടെസ്റ്റ് മുടങ്ങി. വിശദമായി തന്നെ കടക്കുകയാണ്. ആദ്യം തന്നെ ഒരു ദുരന്ത വാർത്തയാണ് നമ്മൾ പോകുന്നത്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ലേമൂർ ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദിണ്ടുഗൽ ഓട്ടച്ചത്തിരം സ്വദേശി മുരുകേഷിൻ്റെ മകൻ പ്രവീൺ ശ്യാം, നെയ്വേലി സ്വദേശി ബാബുവിൻ്റെ മകൻ ഗായത്രി, തഞ്ചാവൂർ സ്വദേശി ദുരൈ സെൽവൻ്റെ മകൻ ചാരുകവി, ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കടേഷ്, കന്യാകുമാരി സ്വദേശി പശുപതിയുടെ മകൻ സർവദർശിത് എന്നിവരാണ് മരിച്ചത്. 3 പേരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. തായ് കോളനി സ്വദേശി രാജാവേലിൻ്റെ മകൾ പ്രീതി പ്രിയങ്ക, കരൂർ സ്വദേശി സെല്ലകുമാറിൻ്റെ മകൾ നെസ്സി, മധുര സ്വദേശി ശ്രീനിവാസിൻ്റെ മകൾ ശരണ്യ എന്നിവരാണ് നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. തിരുച്ചി SRM കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എല്ലാവരും. കടൽക്കരയിൽ ആരും ഇറങ്ങരുതെന്ന നിർദ്ദേശം ലംഘിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ബീച്ചിലേക്ക് എത്തിയത്. കള്ളക്കടൽ പ്രതിഭാസമാണ് ഇത്തരമൊരു ദുരന്തത്തിന് ഇടവച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. അങ്ങേയറ്റം ദുരന്ത വാർത്തയാണ് കന്യാകുമാരി ജില്ലയിൽ നിന്നും പുറത്തു വരുന്നത്. സജയൻ നമുക്കൊപ്പം ചേരുന്നു. സജയൻ, ദുരന്ത വാർത്തയാണ് അങ്ങേയറ്റം. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ബീച്ചുകളിൽ ഈ തിരമാല അതിശക്തമായിരുന്നു. ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടായിരുന്നോ ഇവർ തീരത്തേക്ക് എത്തിയത്? സജിത്, തീർച്ചയായും കള്ളക്കടൽ പ്രതിഭാസം തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ ആരും തന്നെ കഴിഞ്ഞ ദിവസം, അതായത് 5-ാം തീയതിയും ഇന്ന് 6-ാം തീയതി പോലുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ തീരദേശങ്ങളിൽ ആരും തന്നെ വിനോദസഞ്ചാര ബീച്ചുകളിലും ജനങ്ങൾ ആരും തന്നെ ഇറങ്ങരുതെന്ന് ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കന്യാകുമാരി ജില്ലാ കളക്ടർ ശ്രീധർ ശക്തമായ ഒരു റെഡ് അലർട്ട് മുന്നറിയിപ്പും
ആരും തന്നെ കന്യാകുമാരി തീരദേശ മേഖലകൾ, കന്യാകുമാരി ബീച്ച്, അതുപോലെ വിനോദസഞ്ചാരികൾ ആരും തന്നെ ബീച്ചുകളിലേക്ക് ചെല്ലരുതെന്നും മത്സ്യബന്ധന തൊഴിലാളികൾ ആരും തന്നെ മീൻ പിടിക്കാൻ ചെല്ലരുതെന്നുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി കന്യാകുമാരി ജില്ലയിൽ 8 പേരാണ് തിരമാലകളിൽപ്പെട്ട് മരണമടഞ്ഞത്. ഇന്ന് വല്ലാത്തൊരു ദുരന്ത വാർത്ത എന്തെന്ന് വെച്ചാൽ ലെമൂർ ബീച്ച്, രാജാക്കമംഗലത്തിന് സമീപമുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ ലെമൂർ ബീച്ചിൽ തിരുച്ചി SRM സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ 8 പേർ, വനിതകളടക്കം 8 പേർ ഈ ബീച്ചിൽ ഇറങ്ങുകയുണ്ടായി. നിരോധനം ലംഘിച്ചുകൊണ്ടായിരുന്നു. ശക്തമായ തിരമാലയിൽപ്പെട്ട് 8 പേരെയും തിരമാല കടലിലേക്ക് പെടുകയും തുടർന്ന് ഇവരുടെ നിലവിളി ശബ്ദം കേട്ട മത്സ്യബന്ധന തൊഴിലാളികൾ 8 പേരെയും കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും 5 പേർ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മരണപ്പെടുകയുണ്ടായി. അതിൽ 2 യുവതികളും 3 യുവാക്കളുമാണ്. 3 പേർ ഇപ്പോൾ ആശാരിപ്പള്ള മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതേപോലെ തന്നെ ഇന്നലെ ചെന്നൈയിൽ നിന്നും ഒരു ആത്മീയ യാത്രയായി വന്ന 8 പേരടങ്ങുന്ന സംഘം കുളച്ചൽ കൊട്ടിൽപ്പാട് കടൽ തീരത്ത് സെൽഫി എടുക്കുന്നതിനിടയിൽ തിരമാലകൾപ്പെട്ട് വീണ് അതിൽ 2 യുവാക്കൾ ചെന്നൈ സ്വദേശികളായ 2 പേർ മരണമടയുകയുണ്ടായി. അതുപോലെ ഈ നിരോധനാജ്ഞ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങൾ നേരത്തെ തന്നെ മെനഞ്ഞാൻ തന്നെ ജനങ്ങൾ വാർത്തകളിലൂടെയും എത്തിച്ചിരുന്നുവെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് സ്വന്തം പിതാവ് തന്നെ 7 വയസ്സുകാരെ ആദിഷ്ട എന്ന കുട്ടിയെയും കൊണ്ട് തേങ്ങാപ്പട്ടണം കടൽ തീരത്തെത്തുകയും കടൽ തിരമാലകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ തിരമാലയിൽപ്പെട്ട ഈ അച്ഛനും മകളും തിരയപ്പെടുകയായിരുന്നു. അച്ഛനെ മത്സ്യബന്ധന തൊഴിലാളികളുடன் തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 7 വയസ്സുകാരിയെ കാണാതായി. ആ കുട്ടിയുടെ മൃതദേഹം ഇന്നാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ നിന്ന് കണ്ടെടുത്തത്. ഇങ്ങനെ ഇന്നലെയും ഇന്നുമായി കന്യാകുമാരി ജില്ലയിൽ ദുരന്ത വാർത്ത 8 പേർ മരണപ്പെട്ടു എന്ന വാർത്തയാണ്. ജില്ലാ സൂപ്രണ്ട് സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിൽ തീരദേശ മേഖലകളിലെ ഒക്കെ തന്നെ നിരീക്ഷണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ പോലീസിന്റെ തീവ്ര നിരീക്ഷണത്തിലാണ് കന്യാകുമാരി തീരദേശ മേഖലകൾ. യെസ്, അതാണ് സജയൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങേയറ്റം ദുരന്ത മേഖലയായി മാറുകയാണ് അവിടം. കള്ളക്കടൽ പ്രതിഭാസം കേരള തമിഴ്നാട് തീരങ്ങളെ ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് കന്യാകുമാരി ജില്ലയിലെ ലേമൂർ ബീച്ചിൽ ഇത്തരമൊരു അപകടമുണ്ടായത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. 8 പേരാണ് മൊത്തം അപകടത്തിൽപ്പെട്ടത്. തിരയിൽ പെട്ടുപോവുകയായിരുന്നു. പിന്നീട് 3 പേരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. പക്ഷേ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മറ്റ് 3 പേർ അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതാണ് സാഹചര്യം. സംസ്ഥാനത്തും കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുകയാണ്. കേരള തീരത്ത്, തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് വരെ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ ആലപ്പുഴയുടെ തെക്കൻ മേഖലയായ തൃക്കുന്നപ്പുഴ, പല്ലന അടക്കമുള്ള തീരദേശ പാതകളിൽ മണൽ കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. കള്ളക്കടൽ പ്രതിഭാസം ആലപ്പുഴയുടെ തെക്കൻ തീരങ്ങൾ, പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള മേഖലകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടൽ കയറുന്നത് അത് ആളുകളുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ തീരം വലിയ വറുതിയിലാണ്. അതിനപ്പുറം തന്നെ പലയിടങ്ങളിലും വലിയ തോതിൽ ശക്തമായ രീതിയിൽ കടൽ വീശിയില്ലെങ്കിൽ പോലും കടൽ കയറ്റം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പലയിടങ്ങളിലും അത്തരത്തിൽ കെട്ടിടങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം കുറച്ച് തീരദേശവാസികളുണ്ട്. ഇവരെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 9-ാം വാർഡ്, 9-10 വാർഡുകളിലൊക്കെയുള്ള ആളുകളാണ്. വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. ഞങ്ങൾ ആകെ എല്ലാം ടെൻഷനിലായിരുന്നു. നിങ്ങളുടേതാണല്ലേ ഈ പീലിംഗ് ഷെഡ്? നമ്മുടെയാണ് പീലിംഗ് ഷെഡ്. കാരണം 10-75 തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ ദിവസം വരെയും ശനിയാഴ്ച വരെയും ഇവിടെ പണിയുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അവധി. അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നു പണിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പിള്ളേരും എല്ലാം ഇതാവപ്പെട്ടു. മൊത്തം അടിച്ചെല്ലാം പോകും. കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കിയതാണല്ലേ? ശരിയാക്കിയതേ ഉള്ളൂ. ഈ കള്ളക്കടലിന് ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഈ കടൽക്ഷോഭ. അങ്ങനെ വന്ന് എല്ലാം പോയി ഞങ്ങൾ ശരിയാക്കി പണി തുടങ്ങിയതേ ഉള്ളായിരുന്നു. തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഇത് 1-2 ദിവസം പണിയെടുക്കാൻ പണി ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഈ ഭാഗത്തേക്ക് കടൽ ഭിത്തി ശക്തമാക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും ഇവിടുത്തെ ഭരണാധികാരികളൊന്നും നമ്മൾ അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തു. പക്ഷെ ഇതുവരെക്കും ഒന്നും അവർ നടപടി എടുക്കുന്നില്ല. നമ്മൾ വേറെ വീടുകളൊക്കെ ഈ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ? ഈ കടലങ്ങ് ഒഴുകി അങ്ങ് വരുക, ഞങ്ങളുടെ കിഴക്ക് വരെ അങ്ങ് ഒഴുകി വരുക. അതൊക്കെ കൂടെ ചെളിയും അഴുക്കുമായിട്ട് അങ്ങ് വന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോ അത്ര പ്രശ്നം ഇന്ന് കുഴപ്പമില്ല. ഇന്നലെ സന്ധ്യ വരെയും കടൽ കയറ്റമായിരുന്നു.
അതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് തീരദേശ റോഡ് കൂടി ചേർന്ന് വരുന്ന പ്രധാന പാത കൂടിയാണ് തീരദേശത്തെ. ആ ഇടത്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. പലയിടത്തും മണ്ണ് കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പിന്നിൽ സംസാരിച്ച ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം പലയിടത്തുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കടൽക്ഷോഭത്തിൽ നിർമ്മാണ പ്രക്രിയ നടത്തിയ ഒരു പീലിംഗ് ഷെഡാണ് പിന്നീട് ഇപ്പോൾ തകർന്നു വീഴുന്ന തകർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ അകത്ത് കയറി കണ്ടു, നിർമ്മാണം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി തീരദേശ മേഖലകളിൽ, പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള മേഖലകളുണ്ട്. ആളുകൾ ആവശ്യപ്പെടുന്ന ടെട്രപ്പോഡുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ കടൽഭിത്തി നിർമ്മാണം വേണമെന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത്തരം മറ്റിടങ്ങളിൽ ആ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇതൊരു ഇടഭാഗമായി വരികയും ചെയ്യുന്നതോടുകൂടി അവിടേക്ക് കൂടുതലായി കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആലപ്പുഴയിൽ മറ്റു തീരപ്രദേശങ്ങളിൽ അത്ര പ്രതിസന്ധി ഇല്ലെങ്കിലും തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള ഈ തീരദേശ പാത അടക്കം, പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഇത്തരത്തിൽ കടൽക്ഷോഭം മൂലം ഗതാഗതം തടസ്സപ്പെടുന്നതും ഒപ്പം തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇന്നലെയായിരുന്നു അത് രൂക്ഷമായി ഉണ്ടായത്. ഇന്ന് അത്ര പ്രതിസന്ധിയില്ല. പക്ഷേ എങ്കിൽ പോലും റോഡുകൾ മണ്ണ് വീണ് അടഞ്ഞിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജിൽ, ന്യൂസ് 18. അതാണ് കേരള തീരത്തിന്റെ അവസ്ഥ. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരവും 1.5 മീറ്ററോളം ഉയരത്തിൽ സംസ്ഥാനത്ത് തിരമാലകൾ വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. നാളെ രാവിലെ വരെ അത്തരമൊരു സ്ഥിതി തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. സംസ്ഥാനത്ത് ചൂടിന് ഇതുവരെയും ഒരു കുറവും വന്നിട്ടില്ല. താപനില മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. അതേസമയം നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ കടുത്ത വേനൽ ചൂടിൽ വലിയ ആശ്വാസം നൽകുന്ന വേനൽ മഴ തന്നെ നമുക്ക് മുന്നിലേക്കുണ്ടാവും. ഈ വരുന്ന ആഴ്ച തന്നെ വേനൽ മഴ സാധ്യമാവും. ഇന്ന് കേരളം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി തള്ളി. ഹർജിയിലുള്ളത് ആരോപണങ്ങൾ മാത്രമാണെന്നും ഒരു തെളിവുമില്ലെന്നും കണ്ടെത്തിയാണ് ഹർജി തള്ളിയത്. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. CMRL കമ്പനിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ വഴിവിട്ട സഹായമാണ് വീണ വിജയന് മാസപ്പടി ലഭിക്കാൻ കാരണമെന്നതായിരുന്നു മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള തിരക്കഥയാണ് ഈ ആരോപണമെന്നതാണ് CPM ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. VV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങളൊക്കെ ഈ കോടതി നടത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ ആരോപണം അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നു. അതിനുമപ്പുറം യാതൊരു തെളിവുകളും ഈ തരത്തിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ മാസപ്പടിയിൽ നടന്നിട്ടില്ല, അതിൽ അഴിമതിയില്ല എന്നൊരു വിലയിരുത്തൽ കൂടി കോടതി നടത്തിയെന്ന് വേണം ഈ ഓർഡറിൽ നിന്നും മനസ്സിലാക്കാൻ. എന്താണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം? സയത്ത്, കുഴൽനാടൻ്റെ ഹർജി തള്ളി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസെടുക്കാനാകില്ല എന്ന കോടതി പറഞ്ഞ വാർത്ത രാവിലെ വന്നുവെങ്കിലും അല്പസമയം മുമ്പാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. കുഴൽനാടനെതിരെ വലിയ തിരിച്ചടി, മാത്യു കുഴൽനാടൻ്റെ വലിയ തിരിച്ചടി നൽകുന്ന വിധി തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നു. ഹർജി അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണ് ഈ തെളിവുകൾ, ആരോപണങ്ങൾ, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമെന്ന കോടതി പറയുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഹർജി എന്ന് തന്നെ കോടതി വ്യക്തമാക്കുന്നു. CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടില്ല. അതാണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിത ഹർജിയായി കോടതി കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ CMRL നേരത്തെ മറ്റു പലർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കം പണം നൽകിയിട്ടുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് കോടതി മാത്യു കുഴൽനാടനോട് ചോദിക്കുന്നു. ഹർജിയിലേത് ആരോപണങ്ങൾ മാത്രമാണ്, ഒന്നിനും തെളിവില്ല. ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ മാത്യു കുഴൽനാടൻ പരാജയപ്പെട്ടു. CMRL ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതിയില്ലെന്ന് കോടതി വ്യക്തമായി ഹർജി വിധിയിൽ പറയുന്നു. ഇൽമനേറ്റ് സൗജന്യമായി കൊടുത്തുവെന്ന ആരോപണം ഹർജിയിലില്ല. ഈ ഇടപാടിൽ CMRL എന്ത് ലാഭമുണ്ടായെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കിയിട്ടില്ല. E-way ബില്ല് തെളിവായി നേരത്തെ മാത്യു കുഴൽനാടൻ കൊടുത്ത പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തത് E-way ബില്ലായിരുന്നു. E-way ബില്ല് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി
അഭിപ്രായപ്പെട്ടു, നിരീക്ഷിച്ചു. KMRL-നെ മിച്ചഭൂമി ഇളവ് കൊടുത്തു എന്നാണ് മറ്റൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. അതും കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ മാത്യു കുഴൽനാടൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇത് തിരിച്ചടിയായി മാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. രാഷ്ട്രീയമായി ഉള്ള ഒരു ആരോപണം, എന്തുകൊണ്ടിങ്ങനെ മുഖ്യമന്ത്രിക്കും മകൾക്കെതിരെ മാത്രം ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് വന്നു എന്ന ചോദ്യം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ മാത്യു കുഴൽനാടന് വലിയ തിരിച്ചടി നൽകുന്ന വിധി തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതിൻ്റെ തുടർ നീക്കങ്ങൾ കുഴൽനാടൻ ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതി സമീപിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മാത്യു കുഴൽനാടന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയും മുഖ്യമന്ത്രിക്കും CPM-നും വലിയ ആശ്വാസം നൽകുന്ന വിധിയുമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അരുണ്, ഇതിനുമപ്പുറം ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം മാസപ്പടി വിവാദം കേരളം ചർച്ച ചെയ്തതാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആയുധം അതുതന്നെയായിരുന്നു. ഇപ്പോൾ ഈ കോടതി വിധി വന്നതിന് ശേഷം CPM തന്നെ ഇതിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി രംഗത്ത് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആരോപണം കോടതിയിൽ നിലനിൽക്കില്ല, അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. അങ്ങനെയെങ്കിൽ CPM-ന് ഇനി അങ്ങ് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയായി ഈ കോടതിയുടെ വിധി മാറുന്നു. അങ്ങനെ കൂടിയില്ലേ അരുൺ? തീർച്ചയായിട്ടും മാസപ്പടി ആരോപണവും മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന പ്രചരണവുമൊക്കെ 26-ാം തീയതി വരെ മാത്രമേ ഉണ്ടാകൂ എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അത് ആ രീതിയിൽ അതിനപ്പുറത്തേക്കൊന്നും മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ CPM-ന് സ്വാഭാവികമായും വലിയ ആശ്വാസം നൽകുന്ന അവർ പറഞ്ഞ വാദങ്ങൾ തൽക്കാലത്തേക്കിനും ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു വിധി തന്നെയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പിലുമൊക്കെ അത് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നൽകിയ ഹർജി വലതുപക്ഷ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ പ്രതിപക്ഷവും നടത്തിയ ഒരു ഗൂഢാലോചന എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശേഷിപ്പിക്കുന്നത്. കമ്പനികൾ നിയമപരമായി നടത്തിയ ഇടപാടിൽ മുഖ്യമന്ത്രിയെ വലിച്ചഴിച്ച് അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതിയുമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോയത്. CPM-നും സർക്കാരിനെതിരെ മറ്റൊന്നും പറയാനില്ലാത്തപ്പോൾ ഒരു കഥ മെനയുകയായിരുന്നു കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ എന്ന് CPM ആരോപിക്കുന്നു. അത് കോടതിയും അത് വ്യക്തമാക്കുന്നുവെന്ന് CPM അവകാശപ്പെടുന്നു. രണ്ട് കമ്പനികൾ നിയമപ്രകാരം ഏർപ്പെട്ട കരാർ എന്നതിലപ്പുറം മറ്റൊന്നും കരാറിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഹർജിയുടെ പിന്നിലുണ്ടെന്ന് കോടതി പോലും പറയുന്നു. അത് വളരെ ഗൗരവത്തോടെ കാണണം. വിജിലൻസ് അന്വേഷണത്തിനോ കുഴൽനാടൻ ആവശ്യപ്പെട്ടുള്ള കോടതിയുടെ നേരിട്ട് അന്വേഷണത്തിനോ കാരണം ആവശ്യമായ തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിക്കുന്നുവെന്ന് CPM വിലയിരുത്തുന്നു. മുഖ്യമന്ത്രിയും അതുവഴി CPM-നെയും അപഹസിക്കലാണ് ആരോപണത്തിൻ്റെയും വ്യാജ വാർത്തകളുടെയും ലക്ഷ്യമെന്ന് CPM ആരോപിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ഇത് സംബന്ധിച്ച കൽപ്പിത കഥകൾ മെനയുമെന്ന് കാരണങ്ങൾ ഉന്നയിച്ച് വിധി നീട്ടിവെപ്പിക്കാൻ ശ്രമങ്ങൾ കുഴൽനാടൻ നടത്തി. അതായത് തെരഞ്ഞെടുപ്പ് സമയം വരെ ഈ ഹർജി നീട്ടിക്കൊണ്ടുപോകാൻ കുഴൽനാടൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കുന്നു. ഒരു ശല്യക്കാരന വ്യവഹാരിയായി കുഴൽനാടൻ മാറുന്നുവെന്ന പരാമർശവും പരിഹാസവും ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ വലിയ നേട്ടമായി CPM ഇതിനെ കാണുന്നു. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മുഖ്യമന്ത്രി മൈനസ് മകൾ എന്നുള്ളത് ഒന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് വീണ വിജയനെതിരെ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്ന് CPM നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരാനുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് തികച്ചും അസാധാരണമായി ഒരു നേതാവിൻ്റെ മകൾക്കെതിരെ ആരോപണം വരുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അത് വീണ വിജയൻ സംരക്ഷിക്കാനല്ല, മറിച്ച് മുഖ്യമന്ത്രിയെയും സർക്കാരിനെ സംരക്ഷിക്കാനെന്ന വാദമാണ് CPM ഉയർത്തിയത്. സ്വാഭാവികമായി ഈ വിധിയോടുകൂടി CPM-ന് തൽക്കാലത്തേക്ക് വാദങ്ങളിൽ ഉറച്ചെടുക്കാനാകും. അതിന് ബലം ഉണ്ടെന്ന് അവർ വിശ്വസിക്കാൻ കഴിയും. കേന്ദ്ര ഏജൻസിയുടെയൊക്കെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. തൽക്കാലത്തേക്കെങ്കിലും CPM-ന് വലിയ ആശ്വാസമായി മാറുന്ന വിധി തന്നെയാണ് ഉണ്ടായത്. അതുതന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ മാനവും. അരുണ്, വേഗത്തിൽ ഒരു കാര്യം കൂടി, ഇതിൽ നിയമപോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ വിജിലൻസ് കോടതിയിൽ തെളിവുകളില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാട് കോടതി എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഭാവി, അതിൻ്റെ ഒരു സാധ്യത, അങ്ങനെ എന്താണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന? ഹൈക്കോടതിയിലേക്കാണ് മാത്യു കുഴൽനാടൻ പോകുന്നത്. സ്വാഭാവികമായി ഹൈക്കോടതിയിലും ഇതിൻ്റെ ഇപ്പോൾ നടന്ന വാദത്തിൻ്റെ വിജിലൻസ് കോടതി വിധിയുടെയൊക്കെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഏത് സാഹചര്യമൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി സ്വാഭാവികമായും ഹൈക്കോടതിയിലെ വാദങ്ങൾക്കുണ്ടാകും. പിന്നീട് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കോടതിയിൽ പോയാൽ നീതി കിട്ടും എന്നാണ് മാത്യു കുഴൽനാടനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും പറയുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിയില്ല. വിജിലൻസ് കോടതി വിധി തന്നെ മേലോട്ട് പോയാലും ഈ കേസിനെ അതിനപ്പുറത്തേക്കൊരു വിധി ലഭിക്കാൻ കഴിയുന്ന വിശ്വാസമാണ് CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. നിയമവിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഹൈക്കോടതി പോകുമ്പോൾ സ്വാഭാവികമായും ഈ വിജിലൻസ് കോടതിയിൽ വാദിച്ച കാര്യങ്ങൾ തന്നെയാകും സർക്കാർ ഭാഗം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾക്ക് വേണ്ടി ഹാജരാകുന്ന ആളുകൾ വാദിക്കുക. ഏതായാലും മാത്യു കുഴൽനാടൻ മേൽക്കോടതികളിലേക്ക് പോയാലും അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊരു നിലപാട് വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ CPM-യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത്.
അതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും തുടർ നിയമ സാധ്യതകളും അങ്ങനെയാണ്. മുഖ്യമന്ത്രിക്കെതിരായ കടന്നാക്രമണം നടത്തിയാണ് മാത്യു കുഴൽനാടൻ MLA രാഷ്ട്രീയ രംഗത്ത് പ്രതിപക്ഷ ചേരിയിൽ വലിയ ശക്തനായത്. പക്ഷേ ഈ കോടതിയിൽ നിന്നുണ്ടാവുന്ന തിരിച്ചടി സ്വാഭാവികമായും അതിൽ തെളിവുകളില്ല എന്ന ആക്ഷേപം കോടതി നിലപാടായി പറയുമ്പോൾ അത് മാത്യു കുഴൽനാടൻ ഉണ്ടാക്കുന്ന ആഘാതവും ചെറുതല്ല. പക്ഷേ താൻ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുഴൽനാടൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഈ CMRL-നെ ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം ചെയ്തെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് ടു മീ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യൻറ്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് എൻ്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞു. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നതെന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പേ അതായത് താങ്കൾ ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു പറഞ്ഞത്, പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മാറി. അത്തരത്തിലൊരു അവ്യക്തത ഇല്ലില്ല. ബോർഡ് ഡസൻ മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വാദങ്ങളും കോടതി സ്റ്റാൻഡ് ചെയ്തില്ല എന്നല്ല ഇപ്പോഴത്തെ വിധി മനസ്സിലായി. അതെ. അപ്പൊ ഇനി എന്താണ് നടപടി? ഞാൻ വിധി പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗം ഇക്കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു എന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് കോടതി വിധി ഞാനും നിങ്ങളും വായിച്ചില്ലല്ലോ. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ച ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. CPM-ഉം മാത്യു കുഴൽനാടനെതിരായ നീക്കത്തെ ശക്തിപ്പെടുത്തുകയാണ്. മാത്യു കുഴൽനാടന് എത്തിക്സ് ഇല്ലെന്ന് മാസപ്പടി കേസിൽ ഹർജി തള്ളിയത് വ്യക്തമാക്കുന്നുവെന്ന് AK ബാലൻ പറയുന്നു. ഈ കേസ് ലാവ്ലിൻ കേസ് പോലെയായി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുഴൽനാടനൊപ്പം നിൽക്കില്ല. കുഴൽനാടൻ മുഖ്യമന്ത്രിയോടും പൊതുസമൂഹത്തോടും മാപ്പു പറയണമെന്നും AK ബാലൻ പറയുന്നു. അപ്പോൾ വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു. ആൾറെഡി ഒരു വിധി ഉണ്ടായി. ഇപ്പം രണ്ടാമത് വിധിയും വന്നു. ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇത് ഉള്ളി പൊളിച്ചതുപോലെയായിരിക്കും, ലാവിലും പോലെയായിരിക്കും. ലാവിലിൻ്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിൻ്റെ ഫലം അവരെ അനുഭവിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മാത്യു കുഴൽനാടൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റ് പറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം. തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക. ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക, അതിന് കോടതി അല്ലെങ്കിൽ വേറെ കോടതി കൊടുക്കുക. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, മുഖ്യമന്ത്രിന് മറുപടി പറയേണ്ടതില്ല, മറുപടി പറയുന്നില്ല, മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും മാസപ്പടി കേസിലെ ഈ വിവാദങ്ങൾ നാളെ മുതൽ തുടർ ചർച്ചകൾക്ക് വിധേയമാവും. പ്രതിപക്ഷത്തിനും ഒപ്പം ഭരണപക്ഷത്തിനും ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമായ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സുകൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപ്പന്തൽ, എഴുന്നള്ളത്ത് ഉൾപ്പെടെ 18 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. എസ് ലല്ലു നമുക്കൊപ്പം ചേരുന്നു. ലല്ലു, ഹരികുമാറിൻ്റെ പേര് ഓർമ്മിക്കുമ്പോൾ തന്നെ നിരവധി സിനിമകൾ, നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ത്യം എപ്പോഴായിരുന്നു? ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം, സിനിമ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? സജിത്ത്, അല്പം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വരുന്നത്. നമുക്കറിയാം, ഏറെ നാളായി അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഏതായാലും ഹരികുമാർ എന്ന സംവിധായകനെ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ സജിത്ത് പറഞ്ഞ പോലെ സുഹൃതം എന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു 1994 സുഹൃതം പുറത്തിറങ്ങിയത്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ രവിശങ്കർ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചു. മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലൊന്നായാണ് സുഹൃതത്തെ വിലയിരുത്തുന്നത്. ബോംബെ രവി സംഗീതം പകർന്ന മനോഹരമായ ഗാനങ്ങളുമൊക്കെ ആയിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു സിനിമയായിരുന്നു സുഹൃതം. ഉദ്യാനപാലകൻ, ലോഹിദാസിൻ്റെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത മറ്റൊരു മമ്മൂട്ടി ചിത്രം. ഇതും മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ഉദ്യാനപാലകനിലെ നായക കഥാപാത്രമെന്ന് നമുക്കറിയാം. അതിനുശേഷം
ജയറാം നായകനായ ഒരു സ്വയംവര പന്തൽ എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം സംവിധാനം ചെയ്തത് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന സിനിമയാണ്. അതിനു മുൻപ് മരിച്ചുപോയ ബാലചലച്ചിത്രകാരൻ ക്ലിൻറ്റിൻ്റെ പേരിൽ ക്ലിൻറ്റിൻ ജീവിതകഥ പറയുന്ന ക്ലിൻറ്റ് എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 1981 ആമ്പൽപ്പൂ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. ഏതാണ്ട് 18 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഈ പറഞ്ഞതുപോലെ സുഹൃതവും ഉദ്യാനപാലകനും പോലുള്ള മനോഹരമായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് കടന്നു പോകുന്നത്. ഏതായാലും സംവിധായകൻ എന്നതിലുപരി തിരക്കഥാകൃത്തായും ദേശീയ അവാർഡ് നിർണയ സമിതിയിലെ ജൂറി അംഗമായുമൊക്കെ അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഹരികുമാർ. ലല്ലു, ഈ സുഹൃതം സിനിമ നമുക്ക് അല്പം കൂടി പരാമർശിക്കാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ MTയുടെ തിരക്കഥയുടെ മറ്റൊരു രൂപമായിരുന്നല്ലോ ആ സിനിമ സുഹൃതം. ഒരു ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള അർത്ഥതലങ്ങളെ പുതിയൊരു ഭാവത്തിൽ അവതരിപ്പിച്ചു എന്നതാണ് അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു പ്രത്യേകത. അത്തരം സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു പ്രതിഭയെ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല സിനിമകളുമൊക്കെയായി നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? സാഹിത്യ സുഹൃതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു മാധ്യമപ്രവർത്തകനായ ഒരാളെയാണ് മമ്മൂട്ടി അതിനകത്ത് അവതരിപ്പിച്ചത്. അത് മാത്രമല്ല, അതിൻ്റെ ക്ലൈമാക്സ് കാലത്ത് വളരെയധികം ചർച്ച ചെയ്ത ഒരു ക്ലൈമാക്സാണ്. സ്വന്തം മരണവാർത്ത പത്രത്തിന് വേണ്ടി തയ്യാറാക്കി വച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു തുരങ്കത്തിലൂടെ നടന്നു പോകുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥയും അതിൽ അദ്ദേഹം അതിജീവിച്ചു വരുന്നതും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും എല്ലാം വളരെ ഹൃദയസ്പർശിയായി MT എഴുതി വെച്ച തിരക്കഥ അതിൻ്റെ ഒരു ആത്മാവ് ഒട്ടും ചോരാതെ അഭ്രവാളികളിലേക്ക് എത്തിക്കാൻ ഹരികുമാറിന് കഴിഞ്ഞു എന്നാണ് ആ സിനിമ കണ്ട ഓരോ മനുഷ്യർക്കും ഇപ്പോഴും മലയാളിക്ക് സുഹൃതം എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രവും ആ സിനിമയിലെ രംഗങ്ങളുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും. ഇപ്പോഴും പലരുടെയും ഫോണിൻ്റെ റിംഗ് ടോൺ അതിലെ പാട്ടുകളാണ്. വളരെ മനോഹരമായി അദ്ദേഹം ആ സിനിമ അഭ്രപാളികളിലേക്ക് എത്തി. ഉദ്യാനപാലകൻ്റെ കാര്യവും നമുക്കറിയാം. ലോഹിദാസിൻ്റെ അതിഗംഭീരമായ ഒരു തിരക്കഥയാണ് അദ്ദേഹം സിനിമയാക്കിയത്. ഇത്തരത്തിൽ മലയാള സിനിമ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന 2 ചിത്രങ്ങൾ. ഊഴം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു സിനിമയാണ്. കാണാനഴകുള്ള മാണിക്യക്കുയിൽ എന്ന ഒറ്റ ഗാനം കൊണ്ട് പ്രശസ്തമായ ഒരു സിനിമ, ദേവനും പാർവതിയും എല്ലാം അഭിനയിച്ച ഒരു സിനിമ. ഇത്തരത്തിൽ മലയാള സിനിമ ഓർക്കുന്ന കുറേ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ഹരികുമാർ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളായി ഒരുപക്ഷെ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം അങ്ങനെ സജീവമല്ല. വളരെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. ഈ സ്വയംവരപ്പന്തൽ എന്ന സിനിമയ്ക്ക് ശേഷം ഏറെ കാലം കഴിഞ്ഞാണ് അദ്ദേഹം ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ആ ഭാര്യയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം മലയാള സിനിമയിലുണ്ടായി. പറഞ്ഞ പോലെ 81 മുതൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു 40-45 വർഷക്കാലമായി അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു 17-18 സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. അതിൽ തന്നെ മലയാളി എക്കാലവും ഓർമ്മിക്കുന്ന സുഹൃതം പോലുള്ള മനോഹര ചിത്രങ്ങളും മലയാളിക്ക് സമ്മാനിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. ലലു, ഒരു കാര്യം കൂടി, വലിയ അക്കാദമിക് പാരമ്പര്യമൊന്നുമില്ലാതെ സിനിമയിലേക്ക് എത്തിയ പ്രശസ്തനായി മാറിയ ഒരു സംവിധായകനാണ് ഹരികുമാർ. പക്ഷേ പിന്നീട് അദ്ദേഹം കണ്ടും കേട്ടും പഠിച്ചും വളർന്നു നല്ല സിനിമകളുടെ ഭാഗമായി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇടവേള അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടവേളകളിൽ നമ്മൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടുണ്ടാവുക സിനിമയുടെ ഒരു അക്കാദമിക് തലത്താണ്. അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ, സിനിമാ പഠന കേന്ദ്രങ്ങളിൽ വിവിധ അവാർഡുകളുടെ ജൂറി അംഗമായി, അങ്ങനെയൊക്കെ സിനിമയുടെ മറ്റൊരു തലത്തിലും വലിയ സംഭാവന നൽകാൻ ഹരികുമാർ എന്ന സംവിധായകന്, ചലച്ചിത്ര പ്രവർത്തകന് കഴിഞ്ഞിരുന്നു. അങ്ങനെ കൂടിയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സാഹിത്യം നമുക്കറിയാം. അദ്ദേഹം തിരുവനന്തപുരത്തെ സാംസ്കാരിക വേദികളിൽ, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട വേദികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. സജിത്ത് തന്നെ തിരുവനന്തപുരത്ത് റിപ്പോർട്ടർ അയക്കുമ്പോൾ തന്നെ പലതവണ അദ്ദേഹവുമായി സംസാരിക്കാനുള്ള അവസരം സഹിത്തിനുണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള വേദികളിൽ, അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട സഹിത്ത് പറഞ്ഞ പോലെ അവാർഡ് നിർണയ സമിതികൾ, സിനിമ പഠന കേന്ദ്രങ്ങൾ, സിനിമ ക്ലാസുകൾ,
ആസ്വാദന ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള സകല വേദികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സിനിമയുടെ മുന്നിൽ അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ള നിലയിലൊരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമ എന്ന മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ സജീവമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സിനിമാ കൂട്ടായ്മകളിലെല്ലാം അദ്ദേഹം സജീവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്താണ് രോഗം അദ്ദേഹത്തെ ഇത്രമേൽ തളർത്തിയത് എന്നാണ്. അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു തീർത്തും സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ഈ അടുത്ത കാലത്തെന്നാണ് തോന്നുന്നത്. കാരണം ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ റിലീസായിട്ട് വളരെ കുറച്ച് നാളുകളായുള്ളൂ. ഈ അടുത്ത കാലത്താണ് ആ സിനിമ റിലീസായത്. അതിനു മുൻപ് ഈ പറഞ്ഞ പോലെ സ്വയംവരപ്പന്തലും ക്ലിൻറ്റുമൊക്കെ ഏതാണ്ടൊരു 2005-2010 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ സിനിമകളാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും വളരെ സജീവമായി തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുകാർക്കെല്ലാം അറിയാവുന്ന, മലയാള സിനിമയെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്ന ഒരാളുടെ വിയോഗമാണ് അല്പം മുമ്പ് സംഭവിച്ചിരിക്കുന്നത്. യെസ്, ലല്ലു സൂചിപ്പിക്കുന്നത് പോലെയാണ് മലയാളത്തിന് നഷ്ടമാവുന്നത് ഒരു വലിയ ചലച്ചിത്ര പ്രവർത്തകനെയാണ്. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല, സിനിമ നിലനിൽക്കാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ച ആ മേഖലയ്ക്ക് വേണ്ടി, പുതുതലമുറയ്ക്ക് വേണ്ടി ഏറെ സംഭാവന ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഓർമ്മ കൂടിയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സുഹൃതം സിനിമയിലെ നായകന് സമാനമായ ക്യാൻസർ രോഗമാണ് അദ്ദേഹത്തിൻ്റെയും ജീവനെടുക്കുന്നത് എന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനിയൊരു ഇടവേള. ഡാം സ്റ്റോപ്പ് മടങ്ങി വരുമ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. KSRTC ഡ്രൈവർ യദുവിൻ്റെ ഹർജിയിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. ഒപ്പം മേയറുടെ സഹോദരനും ഭാര്യയ്ക്കെതിരെയും കേസെടുക്കണം. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസിൽ നേരത്തെ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. VV വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, കോടതിയിൽ ഈ യദു പോയി, ആ യദുവിൻ്റെ നീക്കം അത് ഫലം കാണുന്നു എന്നതാണ് ഇപ്പോഴത്തെ നിർദ്ദേശവും സാഹചര്യവും. കന്റോൺമെന്റ് പോലീസ് തുടർ നടപടി ആരംഭിച്ചിട്ടുണ്ടോ? സൈത്ത്, ഇന്നാണ് മജിസ്ട്രേറ്റ് കോടതി 3 യദുവിന്റെ ഹർജിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കന്റോൺമെന്റ് പോലീസ് FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. CMD, അതായത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ മറ്റൊരു അഭിഭാഷകന്റെ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകം തന്നെ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തി, സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് യദുവിന്റെ ഹർജിയിലും പറയുന്നത്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ വരുന്ന കുറ്റങ്ങളുമുണ്ട്. FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ഇനി പോലീസാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത് പൂർണ്ണമായും ഒരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതേസമയം ഇന്നത്തെ നഗരസഭ കൗൺസിൽ യോഗമുണ്ടായിരുന്നു. പ്രത്യേക കൗൺസിൽ യോഗമാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട യോഗമാണ് വിളിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മേയർക്കെതിരെ അതിശക്തമായ വിമർശനം BJP, കോൺഗ്രസ് പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. BJPയാണ് തിരുവനന്തപുരത്ത് പ്രതിപക്ഷം. അവിടെ ഡ്രൈവറെ സർവീസിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്ന ആവശ്യം BJP ഉന്നയിച്ചു. എന്നാൽ അങ്ങനെ ഒരു പ്രമേയം പാസാക്കിയിട്ടില്ല. ആ പ്രമേയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാമോ എന്ന ഒരു ചോദ്യമായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതോടൊപ്പം തന്നെ തെറ്റായ വാർത്ത മാധ്യമങ്ങൾ നൽകിയതാണ്. ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ആ വാർത്ത ഒഴിവാക്കണമെന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന കാര്യവും മേയർ വ്യക്തമാക്കി. കോൺഗ്രസും മേയർക്കെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്തരത്തിൽ കോടതിയുടെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ തെറ്റായ സമീപനം കൊണ്ട് എന്ന കാര്യമാണ് കോൺഗ്രസും ഉന്നയിച്ചത്. യദുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം KSRTC നടത്തുന്നുണ്ട്. വിജിലൻസ് വിഭാഗമാണ് ഈ അന്വേഷണം നടത്തുന്നത്. നടിയുടെ പരാതിയിൽ, അതായത് കഴിഞ്ഞ ജൂൺ 19 തന്നോട് യദു മോശമായി കുന്നംകുളത്തിന് സമീപം പെരുമാറിയെന്ന ആ പരാതി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യദുവിൻ്റെ മൊഴിയും വിജിലൻസ് സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യദു മേയറുമായി തർക്കമുണ്ടായ ദിവസം ഏതാണ്ട് 1 മണിക്കൂറോളം ബസ് ഓടിക്കുന്നതിനിടയിൽ, അതായത് തൃശ്ശൂരിൽ നിന്ന് സർവീസ് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതിനിടയിൽ 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം തന്നെ യദുവിനെതിരെയുള്ള റിപ്പോർട്ടായി കോടതിയിലെത്തും എന്നതും ഉറപ്പാണ്. സൈത്ത്, യെസ്, ഈ കേസിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കുമ്പോൾ യദുവിനെതിരായ പോലീസിന്റെ റിപ്പോർട്ടും സ്വാഭാവികമായും അന്വേഷണ പരിധിയിൽ പോലീസ് ഉൾപ്പെടുത്തുമെന്നതാണ് അതിന്റെ സാഹചര്യം.
മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടെ 92 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത്. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളിലും കർണാടകത്തിലെ 14ഉം മഹാരാഷ്ട്രയിലെ 11ഉം യു.പിയിലെ 10 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ പ്രചരണത്തിനായി എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടികൾ നടക്കുന്നത്. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, നാളെ ഒരു നിർണായക വിധിയെഴുത്താണ് നടക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പൊതുവിൽ ഈ മണ്ഡലങ്ങൾ. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? എപ്പോൾ, എങ്ങനെ സാഹചര്യങ്ങൾ? സജിത്ത്, പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നാളെ ജനവിധി തേടുന്നുണ്ട് എന്നുള്ള പ്രത്യേകത തന്നെയാണ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പിനെ പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് രണ്ടാമതും ജനവിധി തേടുകയും ചെയ്യുന്നു. 2019 ഏകദേശം 5.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് അമിത്ഷാ വിജയിച്ചു കയറിയത്. അവിടെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റ് മണ്ഡലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം നാളെ ജനവിധി തേടുന്നുണ്ട്. കൂടാതെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ബസവരാജ് ബൊമ്മെ, കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം കർണാടകയിൽ നിന്ന് ജനവിധി തേടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രിമാർ, പല കേന്ദ്രമന്ത്രിമാരും നാളെ ജനവിധി തേടുന്നു, ഈ 3ാം ഘട്ടത്തിൽ തേടുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ സുപ്രിയ സുലെയും ഒപ്പം തന്നെ, അതായത് NCP പിളർന്നതിന് ശേഷം സുപ്രിയ സുലെയും ഒപ്പം തന്നെ അജിത് പവാറിന്റെ ഭാര്യയും നേർക്കുനേർ മത്സരരംഗത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ് നാളെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ NCP, യഥാർത്ഥ NCP ആരാണ് എന്ന ചോദ്യത്തിൽ ഉത്തരം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കാണിച്ചു തരാമെന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ ശരത് പവാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയായിരിക്കും നാളത്തെ ഈ ഒരു ജനങ്ങളുടെ വിധിയെഴുത്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാളെ 93 മണ്ഡലങ്ങളിലാണ്, 10 സംസ്ഥാനങ്ങളിലായി 93 മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുന്നത്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആദ്യ ഘട്ടങ്ങളിൽ 66.71 ആയിരുന്നുവെങ്കിൽ 2ാം ഘട്ടത്തിൽ 66.65 പോവുകയും ചെയ്തു. 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് BJP കേന്ദ്രത്തെ അല്ലെങ്കിൽ NDA കേന്ദ്രത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 3ാം ഘട്ടത്തിൽ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി എന്തായാലും കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. എന്തായാലും നാളെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനപ്പെട്ട നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളുള്ളത്. 1635 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. അതാണ് സാഹചര്യം. പ്രത്യേകിച്ച് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി വിലയിരുത്തപ്പെട്ട മണ്ഡലങ്ങളാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെ പ്രകടനം BJPയുടെ ഭരണ തുടർച്ചയെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകവുമാണ്. ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിപുലമായ പരിശോധന നടന്നു. കോൺഗ്രസ് നേതാവും ഗ്രാമവികസന മന്ത്രിയുമായ അലംഗീർ ആലത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് 20 കോടിയിലധികം രൂപ പിടിച്ചെടുത്തു. റൂമിൽ നോട്ടുകെട്ടുകൾ കൂട്ടിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ആലംഗീർ ആലത്തിൻ്റെ പ്രതികരണം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ചീഫ് എഞ്ചിനീയർ വീരേന്ദ്ര കെ റാമുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് നടന്നത്. വീണ്ടും ഒരു സംസ്ഥാന വാർത്തയിലേക്ക് വരുമ്പോൾ പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കാൻ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ ചെറു പാർട്ടികളുടെ ശ്രമം നടക്കുകയാണ്. ജനതാദൾ നേതൃത്വവും പ്രജ്വൽ രേവണ്ണ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാവുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ 9-ന് സംസ്ഥാന ഭാരവാഹി യോഗം JDS ചേരുന്നുണ്ട്. ചെറു പാർട്ടികളുടെ കൂട്ടായ്മയ്ക്കും ശ്രമമുണ്ട്. ജനതാദൾ S, NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് ചർച്ചയിലുള്ളത്. JDS, NCP നേതൃത്വങ്ങൾ ഇതിനോടകം തന്നെ പ്രാഥമിക ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ദേശീയ നേതൃത്വം BJPക്കൊപ്പം NDAക്കൊപ്പം ചേർന്നത് മുതൽ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ജനതാദൾ S നേരിടുന്നത്. ദേശീയ തലത്തിൽ BJPക്കൊപ്പവും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ ഭാഗവുമെന്ന വിമർശനം അവർ നേരിടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ മുതൽ പല വഴികൾ, പുതിയ പാർട്ടി രൂപീകരണവും ദേശീയ പാർട്ടികൾ ലയനവും അടക്കം പല വഴികൾ ആലോചിച്ചാണ്. പക്ഷെ അപ്പോഴൊന്നും വിജയത്തിലെത്താൻ JDS സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട ലൈംഗിക ആരോപണ വിവാദം കൂടിയായതോടുകൂടി ഏത് വിധേയയും ഒരു പുതിയ പാർട്ടിയിലേക്ക് മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനതാദൾ S നേതൃത്വം നടത്തുന്നത്. ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറാനുമുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് 8-ാം തീയതി നിർണായകമായ ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. അപ്പോഴും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഭീഷണി അടക്കം
അവർ നേരിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കണം. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം. BJPക്കൊപ്പം നിൽക്കുന്ന ഇടതുമുന്നണിയിലെ പാർട്ടി എങ്ങനെയാണ് ഇവിടെ തുടരുന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളെ CPM നേതൃത്വവും ഇതിനൊരു കൃത്യമായ ഒരു വഴി കണ്ടെത്തണമെന്ന നിർദ്ദേശം JDS നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് അവർ പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 8-ാം തീയതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും. മറ്റു ചില വഴികളും JDS സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അത് ഈ സംസ്ഥാനത്തെ ഇടതുമുന്നണിയിൽ തുടരുന്ന ചെറുകിട പാർട്ടികൾ, ചെറിയ പാർട്ടികൾ, ആൾബലവും അംഗബലവും കുറവായ പാർട്ടികളുടെ ഒരു ഐക്യരൂപമാണ്. അങ്ങനെ ഒരു ഒറ്റ പാർട്ടിയായി മാറിയാൽ മുന്നണിയിൽ കുറച്ചുകൂടി ശക്തിയുള്ള പാർട്ടിയായി മാറാൻ കഴിയും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി മുന്നണിയിൽ സംസാരിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും അവർക്ക് ഒരു വിലപേശ ശക്തിയായി മാറാൻ കഴിയുന്ന പ്രതീക്ഷയാണ് JDSന്റെയും NCPയുടെയും നേതൃത്വത്തിലുള്ളത്. NCPയും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ JDS നേരിടുന്ന പ്രതിസന്ധി, അതായത് NCP ദേശീയ തലത്തിൽ BJPക്കൊപ്പം NDAക്കൊപ്പം പോകുന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഒരു പുതിയ പാർട്ടിയിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടു പാർട്ടികളും ചേർന്ന് ഒരു പുതിയ പാർട്ടി, അതിനൊപ്പം കേരള കോൺഗ്രസ് B, RSP, കോവൂർ കുഞ്ഞുമോന്റെ RSP, ലെനിൻസ് തുടങ്ങിയ പാർട്ടികളെ കൂടി ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മുന്നണി ഇടപെടി നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ പാർട്ടി എന്ന സ്വപ്നവും ഈ കക്ഷികൾ കാണുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ചർച്ചകൾ NCPയുടെയും ജനതാദളിന്റെയും സംസ്ഥാന നേതാക്കൾ തമ്മിൽ നടത്തിക്കഴിഞ്ഞു. മറ്റു പാർട്ടികളുടെ നേതാക്കളുമായി അവർ വൈകാതെ ഇക്കാര്യങ്ങൾ ചർച്ച നടത്തും. അങ്ങനെ ഒറ്റ പാർട്ടിയായി നിന്ന് മുന്നിൽ നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ JDS ആലോചിക്കുന്നതിന് മുന്നോടിയായി പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളും അവരുടെ അജണ്ടയിലുണ്ട്. ബുധനാഴ്ച 8-ാം തീയതി യോഗത്തിൽ അത്തരം ചർച്ചകൾ തന്നെയാകും പ്രധാനമായും നടക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട നീക്കമാണ് ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാൻ ATS രംഗത്ത് വരുന്നു. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗങ്ങളുടെ വീടുകളിൽ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന നടന്നു. റെയ്ഡിൽ 4 തോക്കുകളും ആയുധങ്ങളും പിടിച്ചെടുത്തു. മാഞ്ഞേലി സ്വദേശി റിയാസിനെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ATSും പോലീസും സംയുക്തമായി വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. അതിലേറ്റവും പ്രധാനമായി പെരുമ്പാവൂർ, ആലുവ, മാഞ്ഞാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 4 വീടുകളിലാണ് റെയ്ഡ്. മാഞ്ഞാലി സ്വദേശി റിയാസ്, പെരുമ്പാവൂർ അനസിന്റെ വിശ്വസ്തനായിരുന്ന റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 2 കത്തിയും 8 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തു. ഈ റിയാസിന് പെരുമ്പാവൂർ അനസുമായി ദീർഘനാളത്തെ ബന്ധമുണ്ട്. നിരവധി അനസുമായി ബന്ധപ്പെട്ട അനസിനോടൊപ്പം ചേർന്ന് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് റിയാസ്. ഇതോടൊപ്പം പെരുമ്പാവൂർ സ്വദേശിയായ ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മറ്റ് 2 പേരുമായി ബന്ധപ്പെട്ട, അതായത് മറ്റ് 2 വീടുകളുണ്ട്, പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ATSും പോലീസും പുറത്തുവിട്ടിട്ടില്ല. ഇതോടൊപ്പം വയനാട് കൽപ്പറ്റയിലെ ഒരു റിസോർട്ടിലും ATSന്റെ റെയ്ഡ് നടക്കുന്നുണ്ടെന്ന സൂചനകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് 18 നേരത്തെ കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ATSും പോലീസും ചില അന്വേഷണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഔറംഗസേബ്, ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പെരുമ്പാവൂർ അനസ് അനധികൃതമായി നിരവധി തോക്കുകൾ കൈവശം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അനസ് പിന്നീട് വിദേശത്തേക്ക് കടന്നു, ദുബായിലേക്ക് കടന്നു. അനസിന്റെ തോക്കുകൾ റിയാസിന്റെയും മറ്റും കൈവശമാണ് ഉള്ളത് എന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസിന്റെ വീട്ടില് റെയ്ഡ് നടത്തുകയും 4 തോക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. എങ്ങനെയാണ്, ആരു വഴിയാണ് ഈ തോക്കുകൾ ലഭിച്ചത്, തോക്കിന് ലൈസൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. റിയാസിനെ ഇപ്പോൾ ആലുവ വെസ്റ്റ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. റിയാസുമായി ബന്ധപ്പെട്ട് ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളുടെ നിരവധി വീടുകളിൽ റെയ്ഡ് നടക്കും. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കൃത്യമായ സൂചനകളാണ് ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ വ്യാജരേഖകൾ തയ്യാറാക്കിയ ബംഗളൂരുവിലെ സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ റെയ്ഡും മറ്റു പരിശോധനകളും കൂടുതൽ പരിശോധനകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ അനസിനെ പൂട്ടാനുള്ള നീക്കം ശക്തപ്പെടുത്തുകയാണ് സംസ്ഥാന പോലീസ്. വീണ്ടും മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് തുടരുകയാണ്. നേരത്തെയുള്ള നിബന്ധനകൾ ലഘൂകരിച്ച് പുതിയ സർക്കുലർ ഇറക്കിയെങ്കിലും CITU അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ടെസ്റ്റുകളുടെ എണ്ണം 60ആയി പുനഃസ്ഥാപിക്കണമെന്ന് CITU ആവശ്യപ്പെടുന്നു. അതേസമയം ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരത്തിൽ നിന്നും CITU പിന്മാറിയിട്ടുമുണ്ട്. നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത്, ഇളവര കരീമിനെ ചർച്ചയ്ക്ക് വിളിച്ചത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. പക്ഷേ ഗതാഗത മന്ത്രി ഇന്നലെ നിങ്ങളെല്ലാം കണ്ടു കാണും, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയായി വന്നു.
CIT ഉൾപ്പെടെ എല്ലാ സംഘടനകളും കൈയടിച്ച് പാസാക്കിയതാണ് എന്റെ നിർദ്ദേശങ്ങളെന്ന്. അതൊരു കാരണവശാലും ശരിയല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം CIT സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല. പുതിയ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോയിന്റ് കമ്മീഷണർമാരുമായുള്ള യോഗത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നതാണ് സൂചന. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് CITUവിനെ പോലെയുള്ള സംഘടനകൾ ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ഗതാഗത വകുപ്പ് ഇതിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തും? സമ്മർദ്ദത്തിലേക്കാണ് ഗതാഗത വകുപ്പും സർക്കാരും എത്തുന്നത്. കാരണം CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പിലാക്കാനാവില്ല, അത് അപ്രായോഗികമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ സമരത്തിൽ നിന്ന് CITU പിന്മാറിയിട്ടുണ്ട്. പ്രതിഷേധം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറായ S. ശ്രീജിത്ത് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യം കൃത്യമായി ചർച്ച ചെയ്യും. തുടർന്ന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോംവഴികൾ നിർദ്ദേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം CITU ഗതാഗത മന്ത്രിക്കെതിരെ വ്യക്തിപരമായി രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ തല ഇടപെടൽ തന്നെയാകും ഈ വിഷയത്തിൽ ഇനി നിർണായകമാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അത് ഉദ്യോഗസ്ഥ തല തീരുമാനമല്ല, ചില രാഷ്ട്രീയ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടി വരുമെന്നതാണ് നിലവിൽ ഈ പ്രതിസന്ധിയുടെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. 3 രാജ്യങ്ങളിലേക്കുള്ള സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും യാത്ര. 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ UAEയിലും സന്ദർശനം നടത്തും. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ T. വീണയും 4 ദിവസം മുമ്പ് വിദേശയാത്രയ്ക്ക് വേണ്ടി തിരിച്ചിരുന്നു. ഇന്നലെയാണ് യാത്രയ്ക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയത്. ഔദ്യോഗിക യാത്ര അല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ യാത്ര പ്രതിപക്ഷം വിവാദമാക്കിയിരുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി യാത്ര നടത്തുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. എന്നാൽ CPMന്റെ മറുപടി ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ എന്താണ് പ്രശ്നമെന്നും കോൺഗ്രസിലെ നേതാക്കൾ ഇതിലും കൂടുതൽ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് AK ബാലൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി നടത്തിയിട്ടില്ലേ വിദേശയാത്ര? സ്വകാര്യ യാത്ര അദ്ദേഹം നടത്തിയിട്ടില്ലേ? ഉമ്മൻചാണ്ടി KC ജോസഫ് നടത്തിയിട്ടില്ലേ? ആര്യാടൻ നടത്തിയിട്ടില്ല. ആരാ നടത്താത്തത്? കേരളം കണ്ട ഏറ്റവും അധികം വിദേശയാത്ര നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരാണ്. അതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അടൂർ പ്രകാശ് എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്? അതിനെ ഞങ്ങളാരും ചോദ്യം ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്? 26 പ്രാവശ്യം. അറിയുക, അതിലടക്കം ഒരു കുടുംബത്തെ കാണാൻ ഒരു സ്വകാര്യ യാത്ര, അതാണ് വലിയ പ്രശ്നം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കള്ളക്കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ നടന്നു നോക്കണം. ഇടവേള, മടങ്ങി വരും. അരളിച്ചെടി അപകടകാരിയാണോ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആശങ്ക. സമാന ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അടൂരിൽ നടന്നത്. അടൂരിൽ അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തു. തെങ്ങമം മഞ്ജുഭവനം പങ്കജവല്ലിയുടെ പശുവും കിടാവുമാണ് ചത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. അടുത്തുള്ള വീട്ടുകാർ വെട്ടിക്കളഞ്ഞ അരളി തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ നൽകിയതാണ് മരണകാരണമായത്. പശുവിന് ദഹനക്കേടാണെന്ന് കരുതി പങ്കജവല്ലിയമ്മ അടുത്തുള്ള മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങി നൽകിയിരുന്നു. എന്നാൽ മരുന്നുമായി വീട്ടിലെത്തിയപ്പോൾ കിടാവ് ചത്ത നിലയിൽ കിടക്കുന്നതാണ് അവർ കണ്ടത്. അടുത്ത ദിവസം പശുവും ചത്തു. CPMനെതിരെ ആരോപണം ആവർത്തിച്ച് ദേവികുളം മുൻ MLA S. രാജേന്ദ്രൻ. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുന്നതായും തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗപ്പെടുത്തിയാണ് അക്രമമെന്നും രാജേന്ദ്രൻ ആരോപിക്കുന്നു. BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയിൽ ചേരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടതായും എന്നാൽ പതിവ് മറുപടി നൽകിയതായും S. രാജേന്ദ്രൻ പറഞ്ഞു. പൊതുവിൽ എന്നെ അനുകൂലിക്കുന്നവരാണ്. എന്നാൽ പാർട്ടി രാജേന്ദ്രൻ പാർട്ടിയെയും തള്ളി പറഞ്ഞിട്ടില്ലെന്നായിരുന്നു CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ എറണാകുളം പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പുല്ലേപ്പടി ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് കൊച്ചി കോർപ്പറേഷനും സിറ്റി പോലീസുമാണ് മുൻകൈയെടുത്തത്. ഇന്ന് രാവിലെയാണ് പനമ്പള്ളി നഗറിൽ അമ്മ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. രാവിലെ
പുല്ലേപ്പടി ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ചടങ്ങുകൾ നടന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരു അനുമതി കഴിഞ്ഞ ദിവസം തന്നെ കോർപ്പറേഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് കുട്ടിയുടെ മാതാവിനോടും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളോടും പോലീസ് തേടിയിരുന്നു. ആ അനുമതി പത്രം ലഭിച്ച ശേഷമാണ് ഈ ചടങ്ങുകളിലേക്ക് കടക്കാൻ, കാരണം കുട്ടിയുടെ സംസ്കാരം നടത്തേണ്ടതുണ്ട്, ആ ചടങ്ങുകളിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ അതനുസരിച്ചുള്ള ചടങ്ങുകൾ നടന്നു. പുല്ലേപ്പടി ശ്മശാനത്തിൽ കൊച്ചി കോർപ്പറേഷൻ മേയർ കൂടിയായ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറാണ് കുട്ടിയുടെ ശരീരമടങ്ങിയ ശവപേടകം ഏറ്റുവാങ്ങിയത്. ഇതിനുശേഷം അവിടെ മറവ് ചെയ്യുകയായിരുന്നു. DCP അടക്കം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് അവിടെ കടന്നുപോയത്. കാരണം എല്ലാവരിലും ഈ സംഭവം വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്നതായിരുന്നു. ഇനി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രീതിയും കാര്യങ്ങളും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു സംഭവം തന്നെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും നൊമ്പരമായിട്ട് തന്നെ അവശേഷിച്ചിരുന്നു. ജനിച്ച ഏതാണ്ട് 3 മണിക്കൂർ. അതാണ് കൊച്ചിയിലെ സംഭവം. എന്തായാലും എല്ലാവർക്കും നൊമ്പരമായ വാർത്ത. ഇനി നമുക്ക് ലോക വാർത്തകൾ ചുരുക്കത്തിൽ കാണാം. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. പെരുമഴയും പ്രളയവുമാണ് തെക്കൻ ബ്രസീലിൽ. മഴക്കെടുതി എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് ജനത. ഉറുഗ്വേയുമായും അർജന്റീനയുമായും അതിർത്തി പങ്കിടുന്ന ബ്രസീലിന്റെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ റിയോ ഗ്രാൻഡെ ഡോ സുളിൽ കനത്ത മഴ നാശം വിതച്ചു. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും കഴിഞ്ഞ 7 ദിവസത്തിനിടെ 78 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 88,000-ത്തിലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 16,000 പേർ സ്കൂളുകളിലും ജിംനേഷ്യങ്ങളിലും മറ്റ് താൽക്കാലിക ഷെൽട്ടറുകളിലും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. 155 പേർക്ക് പരിക്കേറ്റുവെന്നും 103 പേരെ കാണാതായതായും സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു. ബെന്റോ ഗോൺസാൽവസിനും കോട്ടിപ്പോരയ്ക്കും ഇടയിലുള്ള ഒരു ജലവൈദ്യുത നിലയത്തിലെ അണക്കെട്ട് കനത്ത മഴയിൽ ഭാഗികമായി തകർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനർനിർമ്മാണത്തിനുമെല്ലാം പ്രസിഡന്റ് നേരിട്ട് നേതൃത്വം നൽകുകയാണ്. US-ൽ നിന്നൊരു ആശ്വാസ വാർത്തയാണിനി. ആരാധനാലയങ്ങളിലെ സുരക്ഷയ്ക്കായി ഫെഡറൽ ഫണ്ടിൽ $400 മില്യൺ വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉടനൊന്നും അയവുണ്ടാവില്ല. ജൂത മുസ്ലിം സമുദായങ്ങൾക്കെതിരായ ഭീഷണികളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുകയുമാണ്. ഈ സാഹചര്യത്തിൽ ആരാധനാലയങ്ങളുടെ സുരക്ഷയ്ക്കായി ഫെഡറൽ സർക്കാർ $400 മില്യൺ അധികമായി നൽകും. സെനറ്റ് നേതാവ് ചക്ക് ഷുമറാണ് ഫണ്ടിംഗ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പള്ളികൾക്കും സിനഗോഗുകൾക്കും നിലവിലുള്ള ഫെഡറൽ നോൺ പ്രോഫിറ്റ് സെക്യൂരിറ്റി ഗ്രാന്റ് പ്രോഗ്രാമിലേക്കുള്ള ഫണ്ടിങ്ങിലെ പുതിയ വർധനവിന് അപേക്ഷിക്കാം. സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനോ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനോ മറ്റുമായി സിനഗോഗുകളും പള്ളികളും പോലുള്ള സ്ഥലങ്ങൾക്ക് പണം വിനിയോഗിക്കാം. റഫയുടെ ഭാഗങ്ങൾ താൽക്കാലികമായി ഒഴിയാൻ പലസ്തീനികളോട് ഇസ്രായേൽ സൈന്യം. തെക്കൻ ഗാസ നഗരമായ റഫയിലെ 10,000-കണക്കിന് പലസ്തീനികളോട് പലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദീർഘകാലമായി പ്രതീക്ഷിക്കുന്ന ഒരു കര ആക്രമണം ഏത് സമയവും ഉണ്ടാകാമെന്ന സൂചനയെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. CIA-യുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ വെടിനിർത്തൽ ശ്രമങ്ങളെ പ്രഖ്യാപനം സങ്കീർണമാക്കുമെന്ന സാഹചര്യത്തിലാണിപ്പോൾ. ദുബായ് ഫിൻടെക് ഉച്ചകോടിക്ക് തുടക്കമായി. ദുബായ് ഉപഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അഥവാ DIFC-യുടെ പ്രസിഡന്റുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ ദുബായ് ഫിൻടെക് ഉച്ചകോടി മദീനത്ത് ജുമൈറയിൽ ഇന്ന് ആരംഭിച്ചു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് ഏഷ്യ മേഖലയിലും പ്രമുഖ ആഗോള സാമ്പത്തിക കേന്ദ്രമായ DIFC സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയുടെ 2ാം പതിപ്പാണിത്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന ലോക വാർത്തകൾ. നമസ്കാരം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,590, പവന് 52,720. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5,500, പവന് 44,000. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അവസാനിക്കുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന്